നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. UN പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ചിലർ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റതിന് പിന്നാലെ അനവധി രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. പ്രസംഗത്തിനിടയിലും പ്രതിഷേധ ശബ്ദങ്ങൾ ശക്തമായിരുന്നു. നാടകീയമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. നെതന്യാഹുവിനെ പിന്തുണച്ചും ഗ്യാലറിയിൽ നിന്ന് കയ്യടികൾ ഉയർന്നു. US-ന്റെയും ബ്രിട്ടന്റെയും മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ജൂനിയറായ നയതന്ത്രജ്ഞരാണ് പങ്കെടുത്തത്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണം, അതിനുശേഷം ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണം, അത് ഈ ഇസ്രായേലിനെതിരെ ചില രാജ്യങ്ങൾ നിലപാട് സ്വീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചിരുന്നു. അതിനോടനുബന്ധിച്ചുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലികളെ കുറിച്ചുള്ള വിവരങ്ങൾ, ഹമാസിന്റെ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഇസ്രായേലിന്റെ നിലപാട് എന്നിവ വിശദമാക്കുന്ന വെബ്സൈറ്റിലേക്കുള്ള QR കോഡ് വസ്ത്രത്തിൽ ഘടിപ്പിച്ചാണ് നെതന്യാഹു പ്രസംഗിക്കാനെത്തിയത്. ഇസ്രായേൽ പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളും ഇത് വസ്ത്രത്തിൽ ഘടിപ്പിച്ചിരുന്നു. ശാപം എന്ന തലക്കെട്ടിലുള്ള ഭൂപടം ഉൾപ്പെടെ ഉയർത്തിയായിരുന്നു നെതന്യാഹുവിന്റെ പ്രസംഗം. ഇറാൻ, ഇറാഖ്, സിറിയ, ലബനൻ, ഗാസ എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രായേൽ നേരിടുന്ന വെല്ലുവിളികൾ ചിത്രത്തിൽ വരച്ചുകാട്ടി വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളെ ലോകത്തെ ബോധ്യപ്പെടുത്താനായിരുന്നു നെതന്യാഹുവിന്റെ ശ്രമം. അൽ ഖ്വയ്ദ, ഹമാസ്, ഹിസ്ബുള്ള, ഇറാൻ എന്നിവ അമേരിക്കക്കാരെയും യൂറോപ്യൻ സ്വദേശികളെയും വധിച്ചവരാണെന്നും ഇവർക്കൊപ്പം ഹൂതികളും അമേരിക്കയ്ക്ക് മരണമെന്ന് ശബ്ദിക്കുന്നവരാണെന്നും നെതന്യാഹു പറഞ്ഞു. തന്റെ പ്രസംഗം ഗാസയിൽ തത്സമയം കേൾപ്പിക്കാൻ അതിർത്തിയിൽ ഉച്ചഭാഷണികൾ വെച്ചിട്ടുണ്ടെന്നും ബന്ദികളെ മോചിപ്പിക്കാതെ യുദ്ധം നിർത്തില്ലെന്ന പ്രതിജ്ഞ ബന്ദികൾ കേൾക്കട്ടെ എന്ന് കരുതിയാണിതെന്നും നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. നെതന്യാഹുവിന്റെ പ്രസംഗം നടക്കുന്ന സമയത്ത് ടൈംസ് സ്ക്വയറിൽ ആയിരക്കണക്കിന് പലസ്തീൻ അനുകൂലികൾ ഗതാഗതം തടയുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വളരെ നാടകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറി. ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ രാജ്യാന്തര ക്രിമിനൽ കോടതിയുടെ വാറന്റുള്ള നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സ്ക്വയറിൽ, അതായത് ടൈംസ് സ്ക്വയറിൽ പലസ്തീൻ അനുകൂലികൾ പ്രതിഷേധവുമായി വന്നത്. രാജ്യാന്തര വേദിയിൽ ഒറ്റപ്പെട്ടെങ്കിലും ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ഇസ്രായേൽ പൂർത്തിയാക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു തന്റെ നിലപാട് ഉറക്കെ പ്രസ്താവിച്ചു. മാത്രമല്ല, നെതന്യാഹു ട്രംപിനെ പുകഴ്ത്തുകയുണ്ടായി. പലസ്തീൻ രാഷ്ട്രപദവിക്ക് വിവിധ രാജ്യങ്ങൾ അംഗീകാരം നൽകിയത് ലജ്ജാകരമായി പോയെന്ന് വിമർശിക്കുകയും ചെയ്തു. അതേസമയം ബ്രിക്സ് അംഗത്വത്തിന് വേണ്ടി പലസ്തീൻ അപേക്ഷ നൽകിയിരിക്കുകയാണ്. റഷ്യ, ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ സാമ്പത്തിക സഹകരണ കൂട്ടായ്മയാണ് ബ്രിക്സ്. അതേസമയം ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കാനുള്ള സൈനിക നീക്കവുമായി മുന്നോട്ടു പോകുന്ന ഇസ്രായേലിന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന്റെ വെസ്റ്റ് ബാങ്ക് അധിനിവേശത്തെ എതിർക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. അധിനിവേശ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ഇസ്രായേലിനെ അനുവദിക്കില്ല. ഈ നീക്കം സംഘർഷം വർദ്ധിപ്പിക്കുകയും സമാധാന ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്ന് ട്രംപ് പറഞ്ഞു. വെള്ളിയാഴ്ച ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നെതന്യാഹു പ്രസംഗിക്കുന്നതിന് മുന്നോടിയായി വൈറ്റ് ഹൌസ് റിപ്പോർട്ടർമാരോടാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ട്രംപ് ഇക്കാര്യം പങ്കിട്ടതായുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തുവരുന്നുണ്ട്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ ഉടമ്പടി ഏതാണ്ട് അടുത്തെത്തിയെന്ന സൂചനയും ട്രംപ് നൽകി. ഗാസ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിനെതിരെ അറബ് നേതാക്കളുടെയും UK, കാനഡ തുടങ്ങിയ സഖ്യകക്ഷികളുടെ എതിർപ്പ് ശക്തമായി തുടരുന്നതിനിടെയാണ് വെസ്റ്റ് ബാങ്ക് അധിനിവേശത്തെ എതിർത്ത് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.